നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഓണാഘോഷം സംഘടിപ്പിക്കുന്ന അകത്തേത്തറ NSS ഹയർ സെക്കൻഡറി സ്കൂൾ കൃഷ്ണകുമാർ മുഖത്തിന് കാലഘട്ടത്തിൽ അതിനു മുമ്പ് ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. അതിലെ ഓണാഘോഷത്തിലെ ഓണപ്പൂക്കള മത്സരവും അതുപോലെ തന്നെ ഓണപ്പാട്ട് 2 മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ നമ്മുടെ ഓണപ്പൂക്കള മത്സരത്തിന് ശ്രീമതി ശ്രീജ പരമേശ്വരനും അതുപോലെ തന്നെ മഞ്ജുളയും നയിക്കുന്ന പൂക്കള മത്സരത്തിൽ നമുക്ക് വിജയം നേടാൻ സാധിച്ചു. അത്യധികം സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവരെല്ലാവരും അവരുടെ നിസ്വാർത്ഥമായ മനോഭാവത്തിന്റെ ബലം കൊണ്ടാണ് അവരത് തീർച്ചയായും ചെയ്ത് അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. ആ സന്തോഷത്തിന്റെ നിൽപ്പാണ് എനിക്ക് കൂടി ഇന്ന് ഇവിടെയുള്ളത്. കല്ലേപ്പള്ളി നെയ്തിരമ്പള്ളി NSS കരയോഗം കുടുംബമേളയും ഓണാഘോഷവും നടത്തി. കല്ലേപ്പള്ളി നെയ്തിരമ്പള്ളി NSS കരയോഗം കുടുംബമേള പ്രസിഡന്റ് രമേശ് അല്ലത്തിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി GK പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. 80 വയസ്സ് കഴിഞ്ഞ കരയോഗ അംഗങ്ങളെയും 50 വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ദമ്പതികളെയും ആദരിച്ചു. വിവിധ പരീക്ഷകളിലും വിവിധ രംഗങ്ങളിൽ അംഗീകാരവും ലഭിച്ച കരയോഗ അംഗങ്ങളെ അനുമോദിക്കൽ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാതാർജി രാധാകൃഷ്ണൻ, താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, പ്രതിനിധി സഭാ മെമ്പർ R സുകേഷ് മേനോൻ, യൂണിയൻ കമ്മിറ്റി മെമ്പർമാരായ P സന്തോഷ് കുമാർ, R ശ്രീകുമാർ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം K നന്ദകുമാർ, മുനിസിപ്പൽ കൗൺസിലർമാരായ K ഭവദാസ്, D ഷജിത് കുമാർ, താലൂക്ക് വനിതാ സമാജം സെക്രട്ടറി അനിത ശങ്കർ, വനിതാ സമാജം പ്രസിഡന്റ് A സരസ്വതി, വനിതാ സമാജം സെക്രട്ടറി ഷീജ ഗോകുലനാഥൻ, KP ഗോപിനാഥ മേനോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും കലാപരിപാടികളും അരങ്ങേറി. കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, രജിസ്ട്രേഷൻ നടത്തിയവരുടെ പേരുകൾ നറുക്കിട്ടെടുത്ത് സമ്മാനങ്ങളും 2 ബമ്പർ സമ്മാനവും നൽകി. തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു കുടുംബമേള നടത്തിയത്. ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ കുടുംബമേള. ഇപ്പൊ പട്ട് മാത്രമല്ല, ജീവിക്കാനുള്ള സകല കഴിവുകളും നമുക്ക് നൽകുന്നത്. കാരണം നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ നമുക്ക് PG വരെ പഠിക്കാനും എഞ്ചിനീയറിംഗ് വരെ പഠിക്കാനും സിവിൽ സർട്ടിഫിക്കറ്റ് അക്കാഡമിയിൽ പോകാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. ഏകദേശം 157 സ്കൂളുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അത് തന്നെ 27 കോളേജുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് നമ്മുടെ NSS എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ഇതുപോലെ നമുക്ക് സിവിൽ സർവീസ് അക്കാഡമിയിലെ പിന്നെ കുട്ടിയത്ത് ലോ കോളേജുണ്ട്, ബോംബെ കോളേജുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് ആയുർവേദ മെഡിസിൻ തയ്യാറാക്കുന്ന ഫാക്ടറികൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നമ്മൾക്ക് സൈനിക സ്കൂൾ കർമ്മയിൽ കിട്ടിയിട്ടുണ്ട്. രംഗത്തും ചരിത്രം സൃഷ്ടിച്ച മഹത്തായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പിന്തുടർന്നുകൊണ്ട് ആദരണീയനായ നായർ സർവീസസിന്റെ ജനറൽ സെക്രട്ടറി വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ കേരളത്തിലെ കരയോഗങ്ങളിലും നായർ സമുദായങ്ങളിലേക്കും ഇന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് കേരളത്തിൽ 60 താലൂക്ക് യൂണിയനുകളും ഇന്ന് സുശക്തമായി പ്രവർത്തിക്കുകയാണ്. പാലക്കാട് താലൂക്കിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടു കൂടി താലൂക്ക് യൂണിയന്റെ പ്രവർത്തകർ എന്ന നിലയിൽ പറയാൻ സാധിക്കും. 2023 നടന്ന താലൂക്ക് മഹാസമ്മേളനം കഴിഞ്ഞ ദിവസം പോലും, കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വാഴ്ച ആദരണീയനായ ജനറൽ സെക്രട്ടറി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് താലൂക്ക് യൂണിയൻ നടത്തുന്ന 70 വർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രവർത്തനങ്ങളുമായി അദ്ദേഹവുമായി ചർച്ച ചെയ്തപ്പോൾ മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പാലക്കാട്ടുകാർ ഈ സമ്മേളനം നടത്തുന്നു, നിങ്ങൾ പാലക്കാട്ടുകാർ ശക്തി തെളിയിച്ചവരാണ്. അതിനു മുമ്പ് അതിനുശേഷവും പാലക്കാട് നായർ മഹാസമ്മേളനത്തെ മറികടക്കാവുന്ന മറ്റൊരു സമ്മേളനം നടന്നിട്ടില്ല എന്ന് കഴിഞ്ഞ 63 വർഷക്കാലം സർവീസസിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ആദരണീയനായ ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകളാണ്. അത് ബഹുമാനായ KK മേനോൻ സാറിനും
യൂണിയൻ സെക്രട്ടറി എനിക്കും ഞങ്ങളുടെ കൂടെയുള്ള യൂണിയൻ ഭരണസമിതികൾക്കും മാത്രമുള്ള മികവല്ല, മാത്രമുള്ള സർട്ടിഫിക്കറ്റ് അല്ല, മാത്രമുള്ള അവാർഡല്ല, മറിച്ച് നേതൃമൊഴി അടക്കം പാലക്കാട് താലൂക്ക് യൂണിയനിലെയും 91 കരയോഗങ്ങളും ഒരു മാലയിൽ കൊടുത്ത മുത്തുകളെ പോലെ ശക്തമായി പ്രവർത്തിച്ചതിന്റെ പരിണതഫലമാണ് 2023 നടന്ന മഹാസമ്മേളനം, 2024 നടന്ന ഗുരുപൂർണിമ ദിനാചരണം, 2025 നടന്ന മഴവിൽ വർണ്ണങ്ങൾ എന്ന മഹാതിരുവാതിരകൾ. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും വലിപ്പച്ചെറുപ്പമില്ലാതെ സുതാര്യമായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയതിന്റെ പരിണതഫലമാണ്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട്. സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ.